ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 20-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നത് ചെയ്തിരിക്കുന്നു സത്യം. ഞാൻ യഹോവയോട് പിഴച്ചു, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു. ശരിയായ ഒരു ഏറ്റുപറച്ചിലാണത്. ദൈവസന്നിധിയിൽ ഹൃദയം തുറന്നുള്ള ഒരു ഏറ്റുപറച്ചിലാണ്. ഞാൻ ദൈവത്തോട് പിഴച്ചു, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന വളരെ ശ്രേഷ്ഠമായൊരു സൗഭാഗ്യമാണ് പാപബോധം കിട്ടുക എന്നുള്ളത്. എനിക്ക് തെറ്റുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നൊരു ഭാഗ്യമാണ്. എനിക്കിനിയും തിരുത്താനുണ്ട് എന്ന് മനസ്സിലാക്കുന്നൊരു ഭാഗ്യമാണ്. ഞാൻ ദൈവത്തോട് പാപം ചെയ്തു എന്ന് ഏറ്റുപറയാൻ സാധിക്കുന്നൊരു ഭാഗ്യമാണ്. പലപ്പോഴും നാം നമ്മുടെ പാപങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്തുന്നവരാണ്. നമുക്ക് ചില ക്ലെയിംസ് ഉണ്ട്, ചില അവകാശവാദങ്ങളുണ്ട്, നമുക്ക് ചില ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്, ചില ന്യായീകരണങ്ങളുണ്ട്. ഇന്ന കാരണം കൊണ്ട് ഞാൻ ചെയ്തു, ഇന്ന കാരണം കൊണ്ടാണ് പാപം വന്നത്, എന്നെ പിശാച് ചതിച്ചു, ഞാൻ എന്തു ചെയ്യും, ഞാൻ ബലഹീന മനുഷ്യനല്ലേ, ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് ചില ബലഹീനതകൾക്ക് വരുന്നുണ്ട്, മനുഷ്യനല്ലേ, ചില ബലഹീനതകളുണ്ട്. ടു എയർ ഈസ് ഹ്യൂമൻ ബട്ട് ടു ഫർഗിവ് ഈസ് ഡിവൈൻ. ടു എയർ ഈസ് ഹ്യൂമൻ ബട്ട് ടു ഫർഗിവ് ഈസ് ഡിവൈൻ. തെറ്റുപറ്റുക എന്നുള്ളത് മാനുഷികമാണ്, എന്നാൽ ക്ഷമിക്കുക എന്നുള്ളത് ദൈവികമാണ്. ദൈവം ക്ഷമിക്കും, ദൈവം ക്ഷമിക്കാതിരിക്കില്ല. ഇങ്ങനെയുള്ള അലസ മനോഭാവത്തോടെ പോകുന്നവർ അപകടത്തിലേക്കാണ് പോകുന്നത്. ബലഹീനതകളുണ്ട് എന്ന് പറഞ്ഞ് അലസതയോടുകൂടി പോകുന്ന ആളുകളുണ്ട്. എന്നാൽ ആഖാൻ അങ്ങനെയല്ല. ആഖാൻ ഞാൻ പിഴച്ചു എന്നാണ് പറയുന്നത്. ഞാൻ യഹോവയോട് പിഴച്ചു, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു. വേദപുസ്തകം വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പാപം ചെയ്തു എന്ന് ഏറ്റുപറയുന്ന അനേകരെ നമുക്ക് കാണാം. എനിക്ക് തെറ്റുപറ്റിയെന്ന് ഏറ്റുപറയുന്നവരുണ്ട്. അതിൽ ഒട്ടേറെ പേര് ഏറ്റുപറഞ്ഞെങ്കിലും മോചനം കിട്ടിയില്ല. ചിലർ ഏറ്റുപറഞ്ഞു, മോചനം കിട്ടി. നമുക്ക് ചില ഭാഗങ്ങളിൽ നിന്ന് വായിക്കാം. ഏറ്റുപറഞ്ഞു പക്ഷേ മോചനം കിട്ടാത്തവർ, ഏറ്റുപറഞ്ഞു പക്ഷേ മോചനം കിട്ടിയവർ. നമുക്ക് വായിക്കാം. ജീവിതത്തിൽ എനിക്ക് തെറ്റുപറ്റി എന്ന് വ്യക്തമായ ബോധ്യം വന്ന ഒരു വ്യക്തിയാണ് യൂദാ ഇസ്കരിയോത്ത. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം എടുക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. യൂദാ ഇസ്കരിയോത്ത അവൻ ഏറ്റുപറഞ്ഞു, ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞു. ആരോടാ ഏറ്റുപറഞ്ഞത്? തൊട്ട് മുമ്പുള്ള വാക്യം മുതൽ വായിക്കാം. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദാ കണ്ടു, അനുതപിച്ചു. യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് യൂദാ കണ്ടു. യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു എന്ന് യൂദാ കണ്ടു. ഒറ്റിക്കൊടുത്ത യൂദാ കണ്ടു. യൂദാ കണ്ടു, അനുതപിച്ചു. അയ്യോ പറ്റിപ്പോയല്ലോ, അനുതപിച്ചു. പിന്നെ ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്ന്, എനിക്ക് പാപം ചെയ്തതിന് കിട്ടിയ കൂലി, യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് കിട്ടിയ കൂലി, അത് വേണ്ട എന്ന് വെച്ചു, അത് കൊണ്ടുപോയി കൊടുത്തു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്കൽ മടക്കി കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ പാപം ചെയ്തു എന്ന് മാത്രമല്ല പറഞ്ഞത്, ഇന്ന പാപം ചെയ്തു എന്നാണ് പറഞ്ഞത്. കുറ്റമില്ലാത്ത രക്തത്തെയാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. നിരപരാധിയെയാണ് ഞാൻ ക്രൂശിക്കാൻ കൊടുത്തത്. നിരപരാധിയെയാണ് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തത്. കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു. എത്ര വിശിഷ്ടമായൊരു കുമ്പസാരമാണ്, ശരിയായൊരു കൺഫെഷനാണ്. യൂദാ തനിക്ക് പറ്റിയ തെറ്റ് കണ്ടു, അനുതപിച്ചു. അവന് കിട്ടിയ പാപത്തിൻ്റെ കൂലി അവൻ തിരികെ വേണ്ട എന്ന് വെച്ച് കൊണ്ടുവന്നു. അത് എനിക്ക് വേണ്ട എന്ന് വെച്ച് തിരികെ കൊണ്ടുവന്നു. മാത്രവുമല്ല, മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്കൽ തന്നെ കൊണ്ടുവന്നു. മഹാപുരോഹിതന്മാരുടെയും കശീശന്മാരുടെ അടുക്കൽ തന്നെ കൊണ്ടുവന്നു. ആരോടതെല്ലാം കിട്ടിയോ അവരുടെ അടുക്കലേക്ക് ഇതിനെ കൊണ്ടുവന്നു. ഏറ്റു പറയേണ്ടവരുടെ അടുക്കൽ തന്നെ കൊണ്ടുവന്ന് ഏറ്റു പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തു എന്ന് മഹാപുരോഹിതന്മാരോടും കശീശന്മാരോടും പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്ത്? അത് ഞങ്ങൾക്കെന്ത്? നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. നീ തന്നെ നോക്കിക്കൊള്ളുക, നീയല്ലേ തെറ്റ് ചെയ്തത്, നീ തന്നെ നോക്കിക്കോ, ഞങ്ങൾക്കെന്ത്? പ്രിയപ്പെട്ടവരെ, എല്ലാവരും കൈമലർത്തും. സ്നേഹിത, നിന്നെക്കൊണ്ട് പാപം ചെയ്യിച്ചവർ, നിന്നെക്കൊണ്ട് തിന്മകൾക്ക് കൂട്ടുകൂടിച്ചവർ, നിന്നെ അക്രമത്തിന് നിന്നെ പ്രേരിപ്പിച്ചവർ, നിന്നെ അഴുക്കായ കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷണിച്ചവർ, തിന്മയിലേക്ക് നയിച്ചവർ,
അവരെല്ലാം കൈമലർത്തുമ്പോൾ ഞങ്ങൾക്കെന്ത്, നീ നോക്കിക്കൊള്ളുക, നീ തന്നെ നോക്കിക്കൊള്ളുക, അത് നിൻ്റെ കാര്യം, നീ തന്നെ നോക്കിക്കൊള്ളുക, അത് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇസ്കരിയോത്ത യൂദ കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു, നിരാശയിലേക്ക് ആണ്ടുപോയി. കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, അവൻ കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. പാവം ഏറ്റു പറഞ്ഞു. ഏറ്റു പറയാത്തതുകൊണ്ടല്ല, ഏറ്റു പറഞ്ഞു. അനുദപിക്കാത്തതുകൊണ്ടല്ല, അനുദപിച്ചു. പക്ഷേ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ ഏറ്റു പറഞ്ഞു. തന്നെയുമല്ല, അവൻ നിരാശയോടുകൂടി, അവന് പ്രത്യാശ വന്നില്ല. അവൻ ദൈവത്തെ അറിഞ്ഞില്ല, ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിഞ്ഞില്ല, ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞില്ല. ദൈവത്തോടുള്ള അവൻ്റെ പാപം എന്നത് എന്നവന് മനസ്സിലാകാതെ, അവൻ ദൈവത്തെ തിരിച്ചറിയാതെ, ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാതെ നിരാശയിൽ ആണ്ടുപോയി. അവൻ ഏറ്റു പറഞ്ഞെങ്കിലും അവൻ രക്ഷ കിട്ടിയില്ല. നമുക്ക് തിരികെ വരാം. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 27-ാം വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 27-ാം വാക്യം. അപ്പോൾ ഫറവോൻ ആളയച്ച് മോശയെയും അഹരോനെയും വിളിപ്പിച്ച് അവരോട്, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു, യഹോവ നീതിയുള്ളവൻ. ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു, ദൈവം നീതിമാനാണ്, എനിക്കാണ് പാപം വന്നത്. ഫറവോ രാജാവ് ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ഫറവോൻ ശിക്ഷയിൽ നിന്ന് ഒഴിവായില്ല. ഫറവോ രാജാവും അവൻ്റെ രഥങ്ങളും കുതിരകളും അവൻ്റെ കാലാൾപ്പടയും എല്ലാം ചെങ്കടലിൽ മുങ്ങിപ്പോകേണ്ടി വന്നു. ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ പാപം ചെയ്തു എന്ന് ഏറ്റു പറഞ്ഞതിനനുസരിച്ചുള്ളതായ പ്രവൃത്തി അവനിൽ നിന്ന് വന്നില്ല. പിന്നീടുള്ള ജീവിതത്തിൽ ആ മാറ്റം വന്നില്ല. പാപം ചെയ്തു ഏറ്റു പറഞ്ഞെങ്കിലും പാപം ഏറ്റു പറഞ്ഞതിനൊത്തതുപോലുള്ളതായ ജീവിത പരിവർത്തനം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല. അതുകൊണ്ട് അവൻ ചെങ്കടലിൽ താണുപോകേണ്ടി വന്നു. 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇത് തന്നെ കാണാം. 10-16. ഫറവോൻ മോശയെയും അഹരോനെയും വേഗത്തിൽ വിളിപ്പിച്ചു, നിങ്ങളുടെ ദൈവമായ യഹോവയോടും നിങ്ങളോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ദൈവമായ യഹോവയോട് ഞാൻ പാപം ചെയ്തു, നിങ്ങളോടും പാപം ചെയ്തു. നോക്കണം, ഫറവോ മോശയെ വിളിച്ച് പറയുകയാണ്, നിങ്ങളോടും ഞാൻ പാപം ചെയ്തു. മോശയോട് അഹരോനോട് പറയുകയാണ്, നിങ്ങളോടും ഞാൻ പാപം ചെയ്തു, ദൈവത്തോടും പാപം ചെയ്തു. ശരിയായ ഏറ്റുപറച്ചിലാണ്. പക്ഷേ അതിനനുസരിച്ച് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചില്ല. തുടർന്നതനുസരിച്ച് ജീവിച്ചില്ല. പലരും ഇന്ന് പാവം ഏറ്റു പറയുന്നുണ്ട്, പക്ഷേ തുടർന്ന് ജീവിതത്തിൽ മാറ്റം വരുത്തുന്നില്ല. പാവം ഏറ്റു പറയും, തെറ്റുപറ്റിപ്പോയി എന്ന് പെട്ടെന്ന് പറയും. പ്രശ്നം മാറിക്കിട്ടാൻ വേണ്ടി ഒന്ന് പാവം ഏറ്റു പറയും. ഈ രോഗം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി പാവം ഏറ്റു പറയും. ഇന്നത്തെ ഈ കടമൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി പാവം ഏറ്റു പറയും. ഇന്നത്തെ ഈ അനർത്ഥങ്ങളും അത്യാഹിതങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി പാവം ഏറ്റു പറയും. പക്ഷേ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നില്ല. ഫറവോ രാജാവ് പാവം ഏറ്റു പറഞ്ഞെങ്കിലും മാറ്റം വരുത്തിയില്ല. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചില്ല. ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകം 22-34 വായിക്കാം. സംഖ്യാപുസ്തകം 22-34. അവിടെയും ഞാൻ പാപം ചെയ്തു പോയി എന്നാണ് ബിലയാം പറയുന്നത്. ഞാൻ പാപം ചെയ്തു. ബിലയാം യഹോവയുടെ ദൂതനോട്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, നീ എനിക്ക് എതിരായി വഴിയിൽ നിന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ പാപം വന്നുപോയി, ഞാൻ അറിഞ്ഞില്ല. ദൈവം എനിക്കെതിരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പാപം ചെയ്തു പോയി എന്നാണ് പറയുന്നത്. ദൈവം എനിക്കെതിരായിട്ട് നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കിയില്ല. എൻ്റെ അറിവുകേടാണ്, എനിക്ക് ബോധമില്ലാതെ പോയി. പറയുന്നത് സ്വയം ന്യായീകരിക്കണം. ഞാൻ അറിവില്ലാത്തൊരു മനുഷ്യനാണ്. എനിക്ക് അങ്ങനെ ഒരു ആത്മീയ വെളിവുണ്ടായിരുന്നില്ല, ആത്മീയമായി സുബോധം ഉണ്ടായിരുന്നില്ല. നീ എനിക്കെതിരായിട്ട് നിൽക്കുന്നത് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാനത് ഗ്രഹിക്കാഞ്ഞതുകൊണ്ട് പറ്റിയതാണ്. എനിക്ക് ബോധമില്ലാത്തതുകൊണ്ട് പറ്റിയതാണ്. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് വന്നതാണ്. ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ബിലയാം രക്ഷപ്പെട്ടില്ല. ഹതന്മാരുടെ കൂട്ടത്തിൽ ബിലയാം നശിക്കാനിടയായി, ബിലയാം വധിക്കപ്പെടാനിടയായി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, പലരും പാപത്തിന് ന്യായീകരണം കാണും. എനിക്കറിവില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് നിങ്ങളെപ്പോലുള്ള പരിജ്ഞാനമൊന്നുമില്ല, നിങ്ങളെപ്പോലെ വേദപുസ്തകം പരിജ്ഞാനമില്ല, എനിക്ക് വേദപുസ്തക പാണ്ഡിത്യമില്ല, എനിക്ക് വലിയ ആത്മീയമായ പരിചയമോ തഴക്കമോ ഒന്നുമില്ല, അങ്ങനെ ഒരു ആത്മീയമായ പാരമ്പര്യവുമില്ല. അതുകൊണ്ട് വിവരക്കേട് കൊണ്ട് വന്നതാണ്. ദൈവനോട് ക്ഷമിക്കാതിരിക്കുകയില്ല, ദൈവം ക്ഷമിക്കും. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇല്ല. പാപം വന്നോ, പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അതിവേഗം മാറ്റം വരുത്തിക്കൊള്ളൂ, ജീവിതം മാറ്റിക്കൊള്ളൂ. ഒരു ന്യായവും പറയരുത്, ഒരു ന്യായീകരണവും പറയരുത്, ഒരു അവകാശവാദവും പറയരുത്, ഒരു ന്യായീകരണവും വരരുത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും 4-ാമത്തെ കാര്യം, 1 ശമൂവേൽ 15:24, 15:30, 26:21. 1 ശമൂവേൽ 15:24. ശൗൽ ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. ഞാൻ യഹോവയുടെ കൽപ്പന ലംഘിച്ചു, നിൻ്റെ വാക്കിൽ ലംഘിച്ചു, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു,
ദൈവത്തിൻ്റെ അഭിഷിക്തനായ ശമൂവേലിൻ്റെ കൽപ്പന ലംഘിച്ചു, ശമൂവേലിൻ്റെ വാക്കിൽ ലംഘിച്ചു, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. എന്താണ് കാരണം? തുടങ്ങുന്നവർ വായിക്കാം. ഞാൻ ജനത്തെ ഭയപ്പെട്ട് ജനത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. ജനത്തെ ഭയപ്പെട്ടു, എനിക്ക് അനർത്ഥം വരുമെന്ന് പേടിച്ചു പോയി. അതുകൊണ്ടാണ് ജനത്തെ ഭയപ്പെട്ടു. അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ എൻ്റെ വാക്ക് ഞാൻ അനുസരിച്ചു. ഞാൻ ജനത്തിൻ്റെ നേതാവല്ലേ, ജനത്തിൽ രാജാവല്ലേ, അതുകൊണ്ട് ജനത്തെ ഭയപ്പെട്ടു, അവരുടെ വാക്കനുസരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പാപം ചെയ്തത്. പാപം ചെയ്തതിനെ ഒരു ന്യായീകരണം കാണുകയാണ്. ശൗലിന് മോചനം കിട്ടിയില്ല, ശൗൽ തള്ളപ്പെട്ടു, ഗിൽബോ പർവ്വതത്തിൽ പെട്ടുപോയി. 15-ാം അധ്യായം 30-ാം വാക്യം. അപ്പോൾ അവൻ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എങ്കിലും ജനത്തിൻ്റെ മൂപ്പന്മാരുടെയും ഇസ്രായേലിൻ്റെയും മുമ്പാകെ ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോട് കൂടെ പോരേണമേ എന്ന് അപേക്ഷിച്ചു. ഇതിനു മുമ്പിൽ എനിക്കൊരു മാന്യതയില്ലേ, ഞാൻ രാജാവല്ലേ, അതുകൊണ്ട് എന്നെ ഒന്ന് മാനിച്ച് എൻ്റെ കൂടെ പോരണം. അല്ലെങ്കിൽ ഈ ജനം എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഞാൻ പാപം ചെയ്തിരിക്കുന്ന ഒരാളാണെന്ന് ഈ ജനം വിചാരിച്ചാൽ ഞാൻ രാജാവല്ലേ, എനിക്ക് മോശമല്ലേ, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം എന്നെ ഒന്ന് സഹായിക്കും, എൻ്റെ കൂടെ പോരണം. ശമൂവേലിനെ വിളിക്കുകയാണ്. ഞാൻ പാപം ചെയ്തെന്നാണ് പറയുന്നത്. എന്തിന്? ജനത്തിൻ്റെ മുമ്പിലുള്ള മാന്യത നിലനിർത്താൻ. അതിനുവേണ്ടിയാണ് പാപം ഏറ്റു പറയുന്നത്. വീണ്ടും 26-ാം അധ്യായം 21-ാം വാക്യം. അതിന് ശൗൽ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എൻ്റെ മകനെ ദാവീദേ മടങ്ങി വരിക, എൻ്റെ ജീവൻ ഇന്ന് നിനക്ക് വിലയേറിയതായി തോന്നിയതുകൊണ്ട് ഞാൻ ഇനി നിനക്ക് ദോഷം ചെയ്യുകയില്ല. മോനെ, നിന്നെ കൊല്ലാൻ ഞാൻ നിൻ്റെ പിന്നാലെ വേട്ടയാടി വന്നതാണ്. പക്ഷേ മോനെ, നീ മടങ്ങി വരൂ, നിന്നെ ഞാൻ ഉപദ്രവിക്കുകയില്ല. ഞാൻ പാപം ചെയ്തിരിക്കുന്നു പറഞ്ഞു. പക്ഷേ ഹൃദയത്തിൽ നിന്ന് കയ്പ് പോയില്ല, ഹൃദയത്തിൽ വൈരാഗ്യം പോയില്ല. പാവം മനുഷ്യനോട് ഏറ്റു പറഞ്ഞെങ്കിലും ആ ആളോടുള്ള വൈരാഗ്യം പോയില്ല. പാവം ഏറ്റു പറയുന്നു, ഉള്ളിൽ നിന്ന് വൈരാഗ്യം പോകുന്നില്ല, ഉള്ളിൽ നിന്ന് പക പോകുന്നില്ല, ഉള്ളിൽ നിന്ന് അസൂയ പോകുന്നില്ല. പാവം ഏറ്റു പറയുന്നുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏറ്റു പറഞ്ഞാലും പാവം ക്ഷമിക്കണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വായിക്കാം. 2 ശമൂവേൽ 19-20. അടിയൻ പാപം ചെയ്തിരിക്കുന്നു എന്നറിയുന്നു, അതുകൊണ്ട് ഇതാ യജമാനായ രാജാവിനെ എതിരേൽക്കേണ്ടതിന് ഇറങ്ങി വരുവാൻ യോസേഫിന്റെ സകല ഗ്രഹത്തിലും വെച്ച് അടിയൻ ഇന്ന് മുമ്പനായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ശിമേയി, അതല്പം പറയേണ്ട ഒരു കാര്യമാണല്ലോ. ശിമേയിയെ നിങ്ങൾക്ക് പരിചയം കാണുകയില്ല. ദാവീദ് രാജാവിനെ അബ്ശാലോം കൊട്ടാരത്തിൽ നിന്ന് ബഹിഷ്കരിച്ച് ഓടിക്കുമ്പോൾ, സ്വന്തം മകൻ അപ്പനെ ഓടിക്കുമ്പോൾ, ദാവീദ് ഇറങ്ങി ഓടുമ്പോൾ ശിമേയി എന്ന് പറയുന്ന ആൾ ദാവീദിന് നേരെ പൂഴി വാരി എറിഞ്ഞു. നീജാ പോ, കൊലപാതകനായ ദാവീദേ പോ. ദാവീദിനെ കുറ്റം പറഞ്ഞ്, ദാവീദിനെ കുറ്റം വിധിച്ച്, ദാവീദിനെ പൂഴി വാരി എറിഞ്ഞ് ശപിച്ചു. ശിമേയി എന്ന് പറയുന്നയാൾ ദാവീദിനെ ശപിച്ചു. എല്ലാവരും കൈവിട്ട് സ്വന്തം മോൻ പോലും കൊല്ലാൻ തുടങ്ങി വരുമ്പോൾ ദാവീദിനെ ശപിക്കുന്നു ശിമേയി. ശിമേയിക്ക് മനസ്സിലായി, ഇപ്പോൾ ദാവീദ് തിരികെ രാജാവായി വന്നപ്പോൾ ശിമേയിക്ക് മനസ്സിലായി, ഈ ദാവീദിനോട് അന്ന് ദാവീദിനെ ശപിച്ചതും ദാവീദിനെ ഓടിച്ചു വിട്ടതും കല്ലെറിഞ്ഞതൊക്കെ തെറ്റായിപ്പോയി എന്ന്. ശിമേയി എന്ന് പറയുകയാണ്, ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം. പ്രിയപ്പെട്ടവരെ, കുറച്ച് വിശദീകരിച്ച് പറയേണ്ട കാര്യമായതുകൊണ്ട് ഇപ്പോൾ അത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടും ഇപ്പോൾ ഞാൻ അതിൽ കടക്കുന്നില്ല. ശിമേയിക്കൊരു തെറ്റുപറ്റി. ദാവീദ് അനുവദിച്ചു, നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ പാവം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം നീ ഓർത്തോളൂ, ഒരു വ്യവസ്ഥയിലാണ്. നീ സങ്കേത നഗരം വിട്ട് പുറത്തു പോകരുത്. സങ്കേത നഗരത്തിൽ തന്നെ പാർത്തുകൊള്ളണം. നീ ഹെബ്രോൻ നഗരം വിട്ട് പുറത്തു പോകരുത്. ഹെബ്രോനിൽ നിന്ന് പുറത്തു പോയാൽ നിനക്ക് അനർത്ഥം വരും, ഞാൻ ഉത്തരവാദിയായിരിക്കുകയില്ല. ഈ ഹെബ്രോനിൽ തന്നെ നീ പാർത്തുകൊള്ളണം. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ശിമേയി വിചാരിച്ചു, അതൊക്കെ കഴിഞ്ഞില്ലേ, കാലം കഴിഞ്ഞല്ലോ. ശിമേയി ഒരു ദിവസം പുറത്തു പോയി, അന്ന് വെട്ടേറ്റ് വീണു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് വേണം പാവേറ്റ് പറഞ്ഞാൽ പിന്നെ നിൽക്കേണ്ടത്. ദൈവിക വ്യവസ്ഥകളുണ്ട്. സങ്കേത നഗരത്തിൽ ഒളിച്ചുകൊള്ളണം, സങ്കേത നഗരത്തിൽ ആശ്രയിച്ചു കൊള്ളണം. സങ്കേത നഗരങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ എഴുതിയ സങ്കേത നഗരങ്ങൾ എന്നുള്ള പുസ്തകം നിങ്ങളൊന്ന് വായിക്കുന്ന നല്ലതായിരിക്കും. സങ്കേത നഗരങ്ങൾ ഒരു പുസ്തകം, അത് നിങ്ങളുടെ കയ്യിലുള്ളത് നല്ലതാണ്, ആ പുസ്തകം വായിക്കുന്നത് നല്ലതാണ്. സങ്കേത നഗരങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സമയമില്ല. എന്നാൽ ഇത്രയും പേര്, 5 പേര് പാപം ഏറ്റു പറഞ്ഞെങ്കിലും മോചനം കിട്ടിയില്ല. എന്നാൽ കേൾക്കൂ, ദാവീദ് പാപം ഏറ്റു പറഞ്ഞു, മോചനം കിട്ടി. ദാവീദ് ഏറ്റു പറഞ്ഞത് 2 ശമൂവേൽ 12:13. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ദാവീദ് നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. പറയുന്നത് നാഥാനോടാണ്. കുറ്റബോധം കിട്ടിയത് നാഥാനിൽ നിന്നാണ്. നാഥാൻ്റെ നാവിൽ കൂടിയാണ് വചനം കിട്ടിയത്. വചനം കേട്ടപ്പോൾ കുറ്റബോധം വന്നു.
നാഥാനോട് പറയുകയാണ്, ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയിരിക്കുന്നു, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു പോയിരിക്കുന്നു. നാഥാൻ പ്രവാചകൻ്റെ മുമ്പിൽ കൊട്ടാരത്തിലെ രാജാവ് കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി പ്രവാചകന് മുമ്പിൽ മുട്ടുമടക്കി രാജാവ് പറയുകയാണ്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രവാചകനും ദീർഘദർശിയും മധുര ഗായകനും രാജാവുമായ ദാവീദ് കേവലം പാവപ്പെട്ട പ്രവാചകനായ നാഥാൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. എന്നിട്ട് പറയുകയാണ്, അവൻ്റെ കിരീടം താഴെ വെച്ചു, അവൻ്റെ മുടിയും അവൻ്റെ കൊടിയും താഴെ വെച്ചു, അവൻ്റെ ചെങ്കോൽ താഴെ വെച്ചു, സിംഹാസനം താഴെ ഇറങ്ങി താഴെ ഇരുന്നിട്ട് നാഥാൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദാവീദിന് പാപമോചനം കിട്ടി. ദാവീദിൻ്റെ ഏറ്റുപറച്ചിൽ വേറെയും കാണാം. 2 ശമൂവേൽ 24:10 എന്നാൽ ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം തൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് യഹോവയോട്, ഞാൻ ഈ ചെയ്തത് മഹാപാപം, ഞാൻ ഈ ചെയ്തത് മഹാപാപം എന്ന് ദാവീദ് വേറൊരു സ്ഥലത്തേറ്റ് പറയുന്നു. ഞാൻ ഈ ചെയ്തത് മഹാപാപം. 24:17 ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് യഹോവയോട്, ഞാനല്ലോ പാപം ചെയ്തത്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, ഞാനല്ലോ പാപം ചെയ്തത് എന്ന് ദാവീദ് ഏറ്റു പറഞ്ഞു. സങ്കീർത്തനം 51:4. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ ചെയ്തിരിക്കുന്നു. ദാവീദ് ഏറ്റു പറയുകയാണ്. 51-ാം സങ്കീർത്തനം മുഴുവൻ ഏങ്ങലടികളോട് ദാവീദിൻ്റെ ഏറ്റുപറച്ചിലാണ്. ദാവീദ് വിനയപൂർവ്വം ഏറ്റു പറയുകയാണ്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, ഞാൻ കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും എൻ്റെ മുമ്പിൽ പാപം വന്ന് നിൽക്കുന്നു, എൻ്റെ പാപം എൻ്റെ മുമ്പിൽ നിന്ന് മാറുന്നില്ല. എൻ്റെ ദൈവമേ, ഞാൻ പാപം വേണ്ട എന്ന് വെച്ചിട്ടും പാപം എൻ്റെ മുമ്പിൽ ഒന്ന് നിൽക്കുകയാണ്. ഞാൻ എത്രയോ ദിവസങ്ങൾ, എത്രയോ മാസങ്ങൾ പാപത്തെ മറന്ന് ഞാൻ ജീവിച്ചു, പാപബോധമില്ലാതെ ജീവിച്ചു. ഇപ്പോൾ പ്രവാചകന് ശബ്ദം കേട്ടു, പ്രവാചകന് നാവിൽ കൂടി വചനം കേട്ടു, ഇപ്പോൾ എനിക്ക് കുറ്റബോധം വരുന്നു, പാപബോധം വരുന്നു. എൻ്റെ കർത്താവേ, ഞാൻ നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത്, നിൻ്റെ തിരുമുമ്പിൽ തിന്മയായുള്ളത് ഞാൻ ചെയ്തു പോയിരിക്കുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ സോപ്പാകെ കൊണ്ട് എന്നെ കഴുകണമേ, ഈ സോപ്പ് കൊണ്ട് നീ എന്നെ ശുദ്ധീകരിക്കണമേ. ഇതാകൃത്യത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ച അന്ന് മുതലേ പാപമാണ്, എൻ്റെ ജീവിതം മുഴുവൻ പാപമാണ്. പാപം ചെയ്യാത്തപ്പോൾ ഞാൻ പാപിയാണ്. എൻ്റെ കർത്താവേ, എനിക്ക് ന്യായം പറയാനൊന്നുമില്ല. നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിൻ്റെ മഹത്വമുള്ള റൂഹ എന്നെ താങ്ങുമാറാകണമേ. മഹത്വത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ എന്നെ താങ്ങിയേ പറ്റൂ. എൻ്റെ ചുണ്ട് അടഞ്ഞുപോയി, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്തുതിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അധരങ്ങളെ നീ തുറക്കണമേ. എൻ്റെ അധരങ്ങളെ തുറന്നാൽ 1, ഞാൻ നിന്നെ സ്തുതിച്ചു കൊള്ളാം, 2, ഞാൻ അതിക്രമക്കാരെ നിൻ്റെ വഴി പഠിപ്പിച്ചു കൊള്ളാം. കർത്താവേ, എൻ്റെ അധരങ്ങളും തുറന്നു തരുമോ? ഒന്നുകൂടി സ്തുതിക്കാൻ എനിക്കൊരു ഭാഗ്യം തരുമോ? ഒന്നുകൂടി അനുതാപത്തോടെ സ്തുതിക്കാൻ, അനുതാപത്തോടെ പ്രാർത്ഥിക്കാൻ നീ എനിക്ക് കൃപ തരുമോ? ദാവീദ് ദൈവസന്നിധിയിൽ നിന്ന് കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പിന്നീട് പറയുന്നുണ്ട്, ഞാൻ ഒരാൾ മൂലമാണ് യെരൂശലേമിന് നാശം വന്നിരിക്കുന്നത്. യെരൂശലേമിന് മതിലെല്ലാം ഇടിഞ്ഞുപോയി. യെരൂശലേമിൽ സൈന്യങ്ങൾ വന്ന് കയറിയിരിക്കുന്നു, ശത്രു സൈന്യങ്ങൾ വന്ന് യെരൂശലേമിനെ നിരോധിച്ചിരിക്കുന്നു. ഞാനാണ് ഉത്തരവാദി, രാജാവായി ഞാൻ പാപം ചെയ്തു, അതുകൊണ്ട് യെരൂശലേമിന് മതിൽ ഇടിഞ്ഞു പോയിരിക്കുന്നു. കർത്താവേ, യെരൂശലേമിന് മതിലുള്ള പണിയണമേ. എൻ്റെ കർത്താവേ, തകർന്നു നുറുങ്ങിയതുമായ ഹൃദയത്തോടെ ഞാൻ തിരുവൻപാകെ വരുന്നു. തകർന്നു നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ലല്ലോ. എൻ്റെ കർത്താവേ, നാഥാ, നീ എനിക്ക് തകർന്നൊരു ഹൃദയം തന്നിരിക്കുന്നല്ലോ. നാഥാ, നീ എൻ്റെ കരുണയോട് ഞാൻ യാചിക്കുന്നു. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. ദൈവമേ, നിൻ്റെ കൃപയ്ക്കൊത്തവണ്ണം എന്നോട് കരുണ കാണിക്കണമേ. നിൻ്റെ ദയയുടെ ബഹുത്വത്തിന് പ്രകാരം എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു തരണമേ. ദാവീദിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദാവീദിൻ്റെ കരച്ചിലാണ്. അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു. പാപം ചെയ്തു പോയി എന്നുള്ള അനുതാപത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദാവീദിനൊരു തീരുമാനമുണ്ട്. ഇനി എനിക്ക് ഒരു സെക്കൻഡ് പോലും പാപത്തിൽ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് മാത്രമല്ല, ഞാൻ ഒരു പുതിയ മനുഷ്യനായിരിക്കും. ഞാൻ ദൈവ ഹൃദയമുള്ള, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിരിക്കും. ദൈവത്തിൻ്റെ മനോഭാവമുള്ള ഒരു മനുഷ്യനായിരിക്കും. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി ഞാൻ ജീവിക്കും. ദാവീദ് ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യൻ, എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് എന്ന് ദൈവം പറയത്തക്കവണ്ണം, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം പറയത്തക്കവണ്ണം ദാവീദ് ഒരു പുതിയ ജീവിതം തുടങ്ങുന്നു. ദാവീദിന് ദൈവം പാപം ക്ഷമിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പാപം വന്നവരുണ്ട്, പാപം സംഭവിച്ചവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ തീരുമാനം നിങ്ങൾ എടുക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കർത്താവ് ക്ഷമിച്ചു തരും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങൾ എത്ര ഘോരമായിരുന്നാലും, എത്ര ഭീകരമായിരുന്നാലും,
എത്ര മ്ലേച്ഛമായിരുന്നാലും എല്ലാം ക്ഷമിക്കാൻ യേശുക്രിസ്തുവിന് മനസ്സാണ്. കാരണം യേശുവിൻ്റെ തിരുഹൃദയം മുറിഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ തിരുവിലാവ് മുറിഞ്ഞ് ചോരയും നീരും ഒഴുകിയിരിക്കുന്നു. ചോര ഒഴുകി തീർന്നു. ഇതാ ഇപ്പോൾ നീരും ഒഴുകുന്നു. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവിൻ്റെ തിരുവിലാവിൽ ഒഴുകിയ ചോരയാലും നീരിനാലും നമ്മുടെ പാപം ക്ഷമിക്കുന്നു, നമ്മുടെ അന്തർദാഹം മാറ്റുന്നു. അതാണ് വിശുദ്ധ കുർബാനയിൽ അവസാനം നാം ചൊല്ലുന്നുണ്ട്. നിങ്ങൾ ചൊല്ലാറുണ്ടല്ലോ. നാം ചൊല്ലുന്നത് എന്താണ്? അവസാനത്തെ ഗീതത്തിൻ്റെ അവസാനത്തെ സ്റ്റാൻസ് എന്താണ് പ്രാർത്ഥിക്കുന്നത്? തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുത, നിൻ ബലിയാൽ എൻ്റെ കഷ്ടത മാച്ച് എൻ്റെ നോവ് ഒഴിക്കണമേ, നോവ് ഒഴിവാക്കണമേ, എൻ്റെ വേദന മാറ്റണമേ. തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുത, നിൻ ബലിയാൽ എൻ കഷ്ടത മാച്ച് എൻ നോവ് ഒഴിക്കണമേ. ഗോകുൽത്തായിൽ തിരുമാറു തുറന്നോരു ഉത്തമനെ, ദാഹം നീക്കിയിട്ടൊഴുകിയ നീരാൽ ചോരയതാലും കർത്താവേ, നിൻ്റെ തിരുവിലാവിൽ ഒഴുകിയ ചോരയാലും നീരിനാലും എൻ്റെ ആന്തരിക ദാഹം ശമിപ്പിക്കണമേ. എൻ്റെ കഷ്ടതകൾ മായ്ച്ചു കളയണമേ. എൻ്റെ നോവ് ഒഴിവാക്കി തരണമേ. എൻ്റെ വേദന ശമിപ്പിക്കണമേ. എനിക്കൊരു നല്ല കാലം തരണമേ. പ്രാർത്ഥിക്കുകയാണ്. തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുത, നിൻ ബലിയാലൻ കഷ്ടത മാച്ചെന്നോ ഒഴിക്കണമേ. ഗോകുൽത്തായിൽ തന്മാറു തുറന്നോരുത്തമനേ, ദാഹം നീക്കി ഒഴുകിയ നീരാൽ ചോരയാലും. ഈ തിരുരക്തത്താൽ അന്തർദാഹം മാറും. ഈ തിരുരക്തത്താൽ ആന്തരിക രോഗങ്ങൾ മാറും. ഈ തിരുരക്തത്താൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. ഈ തിരുരക്തത്താൽ പാപങ്ങൾ മോചിക്കപ്പെടും. യേശുവിൻ്റെ തിരുവിലാവിൽ ഒഴുകിയ തിരുരക്തത്താൽ ഏത് ഘോര പാപവും അയച്ചു കിട്ടും. പ്രിയപ്പെട്ടവരെ, ഏത് ഹീനപാതകവും അയച്ചു കിട്ടും. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾ തളരേണ്ട, നിങ്ങൾ വാടിപ്പോകേണ്ട, നിങ്ങൾ മടുത്തു പോകേണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കൂ, കർത്താവേ, ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായിരിക്കും. ഇനി എൻ്റെ ആയുസ്സിൽ ഞാൻ പഴയതായിരിക്കുകയില്ല. ഞാൻ പുതിയ മനുഷ്യനായിരിക്കും. ദൈവത്തോട് നിങ്ങൾക്ക് വാക്ക് പറയാം. ദാവീദ് പാപം ഏറ്റുപറഞ്ഞു. ഞാൻ പാപിയാണെന്ന് പറഞ്ഞു. മോചനം കിട്ടി. ദൈവത്തിന് സ്തോത്രം. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറഞ്ഞു. അതിൻ പ്രകാരം ജീവിച്ചു. ദൈവം അനുഗ്രഹിച്ചു. ഒടുവിലത്തെ കാര്യം, 7-ാമത്തെ കാര്യം നമുക്ക് വായിക്കാം. ലൂക്കോസിന് ശേഷം 15-ാം അധ്യായം 18-ാം വാക്യവും 21-ാം വാക്യവും. ലൂക്കോസ് 15-ന്റെ 18-ഉം 21-ഉം. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനിയും 21-ാം വാക്യം. മകൻ അപ്പനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. അതാണ് തിരിച്ചുവരവ്. അതാണ് അനുതാപം. അതാണ് സത്യമായ ഏറ്റുപറച്ചിൽ. അതാണ് ശരിയായ കൺഫെഷൻ. അതാണ് വാസ്തവമായി ദൈവം സന്തോഷിക്കുന്ന ഏറ്റുപറച്ചിൽ. ദൈവം സന്തോഷിക്കുകയാണ്. അപ്പോൾ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി. അപ്പനോടും പാപം ചെയ്തു, സ്വർഗത്തോടും പാപം ചെയ്തു, ദൈവത്തോടും പാപം ചെയ്തു. മനുഷ്യനായ അപ്പനോടും പാപം ചെയ്തു, സ്വർഗത്തിലെ അപ്പനായ ദൈവത്തോടും പാപം ചെയ്തു. മകൻ ഏറ്റുപറയുകയാണ്, വിനയപൂർവ്വം വരികയാണ്. എനിക്ക് അവകാശമൊന്നുമില്ലപ്പാ. ഇനി മോനെന്ന് പറയാൻ യോഗ്യതയില്ല. എനിക്ക് ഈ വീട്ടിലെ അവകാശങ്ങളെല്ലാം തീർത്തവനാണ് ഞാൻ. എല്ലാം നശിപ്പിച്ചവനാണ് ഞാൻ. എനിക്കിനി ഒന്നും പറയാനില്ല. എനിക്ക് ന്യായം പറയാനൊന്നുമില്ല. അവകാശം പറഞ്ഞുകൊണ്ട് വരാനില്ല. അപ്പോൾ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി. നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. എനിക്ക് യോഗ്യതയില്ല. നല്ലപോലെ അറിയാം. അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് അപ്പനെ എന്നും കണ്ടുകൊണ്ട്, അപ്പൻ്റെ വയലിൽ വേല ചെയ്തുകൊണ്ട്, അപ്പൻ്റെ മുഖം എന്ന് കണ്ടുകൊണ്ട് എനിക്ക് ഈ വീട്ടിൽ താമസിച്ചാൽ മതി. എന്നെ ഒരു വേലക്കാരനായി, കൂലിക്കാരനാക്കി തീർത്താൽ മതി. എന്നെ ഒരു കൂലിക്കാരനാക്കണമേ. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഒരുത്തിനെ പോലെ എന്നെ ആക്കണമെന്നാണ് പറയുന്നത്. എന്നെ ആക്കി തീർക്കണമെന്നാണ് പറയുന്നത്. ഒരു കൂലിക്കാരനെ പോലെ എന്നെ ആക്കണമേ. അപ്പോൾ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു. നിൻ്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല. നിൻ്റെ വേലക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നിരിപ്പിൽ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ന്യായവുമില്ല, ഒരു ന്യായീകരണവുമില്ല, ഒരു അവകാശവും പറയാനില്ല. തെറ്റുകൾ സംഭവിച്ചു പോയി, അറിഞ്ഞും അറിയാതെയും വീഴ്ചകൾ സംഭവിച്ചു പോയി. എൻ്റെ കർത്താവേ, യാത്രയിൽ തെന്നി വീണുപോയി. കർത്താവേ, വഴുതുന്ന വഴിയിലൂടെ ഞാൻ നടന്നു, ഞാൻ വീണുപോയി. കർത്താവേ, എനിക്കൊരിക്കലും സംഭവിക്കരുതാത്ത തെറ്റുകൾ സംഭവിച്ചു പോയി. നാഥ, എൻ്റെ ജീവിതം
ജീവിതത്തിൽ നീ എനിക്ക് തന്ന നന്മകളെല്ലാം ഞാൻ മറന്നുപോയി, ഞാൻ നന്ദി കെട്ടവനായിപ്പോയി, ഞാൻ നന്ദി ഇല്ലാത്തവളായിപ്പോയി, എൻ്റെ ദൈവം എനിക്ക് എന്ത് ചെയ്തു എന്ന് തിരിച്ചറിയാത്തവനായിപ്പോയി. എന്നാൽ നാഥ, ഇപ്പോൾ നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ അനുതാപത്തോടെ വരുന്നു, ദുഃഖത്തോടെ വരുന്നു. കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാനിതാ വരുന്നു. എന്നോട് നീ ക്ഷമിക്കണം അപ്പാ. ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി. നിൻ്റെ മകൻ എന്ന പേര് യോഗ്യനല്ല, നിൻ്റെ കൂലിക്കാലൊരുത്തിനെ പോലെ ആക്കണമേ. നിങ്ങൾ തിരിച്ചു വരൂ പ്രിയപ്പെട്ടവരെ. അപ്പൻ കാത്തിരിക്കുന്നുണ്ട്. അപ്പൻ സ്വീകരിക്കാൻ മനസ്സാണ്. അപ്പൻ നിനക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന ചെരിപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന, നിൻ്റെ കയ്യിലേക്ക് ഭാഗമായ മോതിരം കരുതി വെച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി മേൽത്തരം അങ്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. നിന്നെ കൂലിക്കാരനാക്കാനല്ല, നിന്നെ മകനായി തന്നെ സ്വീകരിപ്പാൻ, അപ്പൻ്റെ വിരുന്ന് മേശയിലിരുത്താൻ അപ്പൻ തയ്യാറാണ്. സ്വർഗീയ വിരുന്ന് മേശയിലേക്ക് കടന്നു വരുവാൻ സ്നേഹിതരെ ദൈവം നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഓടി വരുവീൻ, സ്വർഗീയ വിരുന്ന് മേശയിലേക്ക് വരുവീൻ. സ്വർഗീയ സന്തോഷ സതിരിലേക്ക് ഓടി അണയുവീൻ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവീൻ. പാപത്തെ വിട്ട് പുതിയ ജീവിതം തുടങ്ങുവീൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, മഹാകാരുണ്യവാനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി സ്തോത്രം. നിൻ്റെ ഈ പ്രിയമക്കളെ തോട്ടത്തിനായി സ്തോത്രം. പാവബോധത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചതിനായി സ്തോത്രം. എൻ്റെ നാഥ, നിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും വിശുദ്ധീകരിച്ച് ഒരുക്കണമേ. കർത്താവെ, തിരക്തത്താലുള്ള പാവബോധനം പ്രാപിച്ച് അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽപ്പാൻ എല്ലാവർക്കും കൃപ നൽകണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കണമേ. ഭാരത്തിലും ആകുലത്തിലിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ. കർത്താവെ, വിഷാദ വിവശരായിരിക്കുന്നവർക്ക് ആശ്വാസവും ശാന്തിയും നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.